നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇഞ്ചിമുട്ടായി എന്ന് കേൾക്കുമ്പോൾ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ വരുമല്ലേ? കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ വഴിയരികിൽ ഇഞ്ചിമുട്ടായി വിൽക്കുന്നയാളെ കാത്തുനിന്ന എത്രയോ ദിവസങ്ങൾ. അതല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇഞ്ചിമുട്ടായി വിൽക്കുന്ന ആൾ ബസ്സിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളുണ്ടായിട്ടില്ലേ? അത്രയ്ക്കിഷ്ടമായിരുന്നു ഇഞ്ചിമുട്ടായിയോട്. പിന്നീട് ആ ഇഷ്ടങ്ങളൊക്കെ എവിടെയോ പോയി മറഞ്ഞു. ഇത്തരം മാഞ്ഞുപോയ ഇഷ്ടങ്ങൾ പൊടി തട്ടിയെടുക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇഞ്ചിമുട്ടായി തന്നെ ഉണ്ടാക്കാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഇഞ്ചിമുട്ടായി ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് സൗജന്യം. ഇഞ്ചിമിഠായി തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ: 200 ഗ്രാം ഇഞ്ചി, തൊലി കളഞ്ഞ ശേഷം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇത്. 4 ടീസ്പൂൺ നെയ്യ്, 2 കപ്പ് പഞ്ചസാര, 2 കപ്പ് പാൽ, 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചി മിഠായി തയ്യാറാക്കാൻ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കിയ ഇഞ്ചി ഒരു ജാറിലിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയ ഇഞ്ചി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. നെയ്യ് ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അല്പം കഴിയുമ്പോൾ ഇഞ്ചി മിഠായി തയ്യാറാക്കാനുള്ള മിശ്രിതം ഇങ്ങനെ ഒരു പാനീയത്തിന്റെ കൺസിസ്റ്റൻസിയിൽ ആയി വരും. ഇത് വീണ്ടും നന്നായി ഇങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കുക. ഇതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഒരൽപ്പം നെയ്യ് ഇങ്ങനെ നന്നായി തൂത്തു കൊടുക്കുക. ഇഞ്ചി മിഠായി തയ്യാറാക്കാനുള്ള മിശ്രിതം ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഒരു 30 മിനിറ്റ് തണുക്കാൻ അനുവദിക്കുക. നന്നായി തണുക്കുമ്പോൾ നമ്മുടെ മിഠായി ഈ പരുവത്തിലായിട്ടുണ്ടാകും. ഇത് ഇങ്ങനെ മുറിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി മിഠായി അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് കുട്ടികൾക്കും വീട്ടിലുള്ള നിങ്ങളുടെ മറ്റ് പ്രിയപ്പെട്ടവർക്കുമൊക്കെ നൽകാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വീണ്ടും ലഭിക്കാൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.